കൊച്ചിയിലേക്ക് പോകാം. സിജോ വർഗീസ് ഉണ്ട്. സിജോ, ഈ അപരന്മാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ വളരെ രസകരമായി ഓർത്തുപോയൊരു കാര്യം, ഇവിടെ സിജോ വർഗീസ് ഉണ്ട്, സിജോ വി ജോൺ ഉണ്ട്. ഈ രണ്ടുപേരെ തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ ഈ അപരന്മാരുണ്ടാക്കുന്ന ശല്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എന്താണ് കൊച്ചിയിലെ സ്ഥിതി? ജെൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. പലപ്പോഴും തെറ്റുപറ്റിയിട്ടുണ്ട്, പലപ്പോഴും മാറി മാറി ഫോണുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സമാനമായ സാഹചര്യം ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അതിൻ്റെ അപരന്മാരും ഒപ്പം തന്നെ സ്വതന്ത്രരും സ്ഥാനാർത്ഥികളും അടക്കം 120 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലം കളമശ്ശേരിയിൽ നിന്നാണ്. 12 പേരാണ് അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ 11 പേരും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മത്സരിക്കുന്ന പറവൂരിലും കോതമംഗലത്തും 10 വീതം സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കുറവ് ആലുവയിലാണ് 5 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അപരന്മാരുടെ കാര്യത്തിലും ഒട്ടും കുറവല്ല. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മത്സരിക്കുന്ന പറവൂരിൽ മറ്റൊരു സതീശൻ മത്സരരംഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. കെ ബി സതീശൻ എന്ന പേരിലാണ് അവിടെ മത്സരരംഗത്തുള്ളത്. പി രാജീവിനും അപരനുണ്ട്. എടയാർ സ്വദേശി വി രാജീവ്, കോൺഗ്രസ് പ്രവർത്തകനാണ്. വി രാജീവാണ് അവിടെ അപരനായിട്ട് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തൃപ്പൂണിത്തുറയിൽ കെ എൻ ഉണ്ണികൃഷ്ണന് എതിരെ LDF സ്ഥാനാർത്ഥി കെ എൻ ഉണ്ണികൃഷ്ണനെതിരെ മറ്റൊരു ഉണ്ണികൃഷ്ണൻ മത്സരരംഗത്ത് ഉണ്ട്. ഒപ്പം തന്നെ കോതമംഗലത്ത് UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിനെതിരെ പിണ്ടിമന സ്വദേശി ഷിബു ആണ് മത്സരരംഗത്തുള്ളത്. ഇങ്ങനെയാണ് എറണാകുളത്തെ അപരന്മാരുടെ ഒരു കാര്യം പറഞ്ഞാൽ. ഇടുക്കിയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ രാജേന്ദ്രനെതിരെ NDA സ്ഥാനാർത്ഥി രാജേന്ദ്രനെതിരെ മറ്റൊരു രാജേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. വൈക്കത്ത്, കോട്ടയത്തേക്ക് വന്ന വൈക്കത്ത് LDF സ്ഥാനാർത്ഥി പി പ്രദീപിന് അപരനുണ്ട്. കെ പ്രദീപാണ് അവിടെ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ LDF സ്ഥാനാർത്ഥിക്ക് എതിരെ മറ്റൊരു അപരൻ മലപ്പുറം സ്വദേശിയാണ് സെബാസ്റ്റ്യൻ KJ കുളത്തിങ്കൽ അവിടെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അപരന്മാർ സ്വതന്ത്രന്മാരും ഒക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് ഈ പത്രിക പിൻവലിക്കാനുള്ള ഒരു അവസാന തീയതി. എന്തായാലും ഇന്ന് സൂക്ഷ്മ പരിശോധനയിൽ ഏതെങ്കിലും രീതിയിൽ നാമനിർദ്ദേശ പത്രിക അത് തള്ളിപ്പോകുന്നുണ്ടോ, ഒപ്പം തന്നെ പത്രിക ആരെങ്കിലുമൊക്കെ പിൻവലിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലൊക്കെ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ. എന്തായാലും ജില്ലയിൽ A ക്ലാസ് മണ്ഡലങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ടും, അതായത് പ്രമുഖർ മത്സരിക്കുന്ന, പ്രധാനപ്പെട്ടവർ മത്സരിക്കുന്ന, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം തന്നെ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്ന ഇടങ്ങളിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ ഈ അപരന്മാരും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. തെറ്റിദ്ധരിച്ചാണെങ്കിൽ പോലും വോട്ടർമാർ വോട്ട് മാറി ചെയ്താൽ അതൊരു പക്ഷേ അത് ഈ ഭൂരിപക്ഷത്തെ അടക്കം ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്തായാലും പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. അവർക്ക് ആളെ അറിയാം, ചിഹ്നം അറിയാം. പക്ഷേ ചിലപ്പോഴെങ്കിലും ഒരുപക്ഷെ ഇതുപോലെ തന്നെ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഇത്തരത്തിൽ അപരന്മാരും സ്വതന്ത്രന്മാരും എല്ലാം തന്നെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. എത്ര പേർ മത്സരിക്കും എന്നുള്ള ഒരു അന്തിമ ചിത്രം നമുക്ക് വ്യാഴാഴ്ചയോടുകൂടി തന്നെ അറിയാൻ സാധിക്കും.